അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഇത്തവണ നേരത്തെ നടത്തുന്നു മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അങ്ങനെ എങ്ങനെയാണ് നടത്തുക, മാർച്ചിൽ നടത്തിയാൽ മതി എന്നൊക്കെ ഒരു കൂട്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ആകെ കൺഫ്യൂഷനായി ഇത്തവണ നേരത്തെ ഒക്ടോബറിലൊക്കെ നടത്തുമോ അല്ലെങ്കിൽ മാർച്ചിൽ നടക്കുമോ എന്നുള്ള കാര്യം. പക്ഷെ അതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഒഫീഷ്യലായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒഫീഷ്യലായി നടപടികൾ സ്വീകരിച്ചു. ഇത്തവണ ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ ആയിരിക്കും. മന്ത്രി പ്രഖ്യാപിച്ചത് ഒക്ടോബറിലായിരുന്നെങ്കിൽ ആക്ച്വലി അതിലും നേരത്തെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ന്യൂസ് കട്ടിംഗ് പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ നടപടികൾ തുടങ്ങി എന്നാണ് ന്യൂസ് കട്ടിംഗ്. ജസ്റ്റ് അതിന്റെ കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും +2വിന്റെ കൂടെ നടക്കുന്ന മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മാർച്ചിൽ പരീക്ഷ നടത്തുന്ന അധിക സമ്മർദ്ദമായിരിക്കും കുട്ടികൾക്ക് എന്നുള്ളത് പ്രൂവൺ ആണ്. കഴിഞ്ഞ +2 റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, തോൽവി സംഭവിച്ചതിന് കാരണം +1 മാർക്ക് കുറഞ്ഞുകൊണ്ടാണ്. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനും +2ഉം ഒരുമിച്ച് നടത്തിയത് കൊണ്ട് +1 ഇംപ്രൂവ് ആയതുമില്ല, +2ൽ നല്ല സ്കോർ വാങ്ങിയിട്ടും +1 മാർക്ക് കുറഞ്ഞതുകൊണ്ട് തോറ്റുപോയ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും ബേസിക്കലി വിജയ ശതമാനം കൂട്ടാനും ഇത് സഹായിക്കും. കുട്ടികൾക്ക് സംബന്ധിച്ചോളം ഇത് വളരെ നല്ലൊരു ഹാപ്പി ന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒഫീഷ്യലായിട്ട് തന്നെ എടുക്കാം. എന്നാലും ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്തുണ്ട്, ഇത് നേരത്തെ നടത്തേണ്ട, മാർച്ചിൽ നടത്തിയാൽ മതി, അല്ലെ കുട്ടികളെ പഠനത്തെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഇനി മൈൻഡ് ചെയ്യേണ്ട. വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തു, തീരുമാന നടപടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. സോ ഇത്തവണ എക്സാം നേരത്തെ വേഗം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ.